നമ്മൾ പറഞ്ഞതൊക്കെ ഇപ്പോൾ കാണുകയാണ്. നമ്മളൊരു 2-3 മണിക്കൂർ ചില ചാനലുകൾ നമ്മളെ വളരെ മോശമാക്കി അവതരിപ്പിച്ചു. ഈ കുട്ടികൾക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരെ പോയി പരാതിപ്പെട്ടാൽ പോരെ, ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് അവിടെ വെച്ച് പൈസ എടുത്തു. അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാൽ പരാതി കൊടുത്തിരിക്കുന്നത്? അതുകൊണ്ട് ഇവർ പറഞ്ഞത് മുഴുവൻ ഇവരെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരുടെ ജീവിതം പരിതാപകരമായിരിക്കും. പിന്നിൽ ആരും ഉണ്ട്, അത് യാതൊരു തർക്കവുമില്ല. അഥവാ അങ്ങനെ ചില രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്കിത് രാഷ്ട്രീയവൽക്കരിക്കാനാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇതൊന്നും നോക്കാതെ ഈ പറഞ്ഞ എല്ലാ ജാതിയിലും മതത്തിലുള്ളവർ അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അന്നേ ഒഴിവാക്കിക്കൂടെ. ഇവളതാ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന കുട്ടി. അപ്പോൾ ഇവളുടെ ഇതെന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. നമസ്കാരം. കൃഷ്ണകുമാറിനെതിരായ തട്ടിക്കൊണ്ടുപോകൽ ആരോപണം പച്ചക്കള്ളമാണ് എന്ന് തെളിയുകയാണ്. ഇതിന് തക്കതായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ 3 യുവതികളും ഒരുപോലെ പറഞ്ഞിരുന്നത് കൃഷ്ണകുമാറും കുടുംബവും ബലം പ്രയോഗിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി എന്നാണ്. എന്നാൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഇതിൽ ബലപ്രയോഗം ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ്. ഈ യുവതികൾ സ്വമേധയാ 2 യുവതികൾ സ്വമേധയാ കാറിൽ കയറുന്നു. അതിനുശേഷം ഒരു യുവതി സ്കൂട്ടർ എടുത്ത് വരികയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ നിർണായകമായൊരു സംഭവമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. കാരണം കൃഷ്ണകുമാറിനെതിരെ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരുന്നത്. എന്നാൽ ഇതിന് എതിരാകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈയൊരു വിഷയത്തിൽ ഇപ്പോൾ കൃഷ്ണകുമാർ തന്നെ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ചേട്ടാ, ഈ യുവതികൾ ഉന്നയിച്ച് ഈ തട്ടിക്കൊണ്ടുപോകൽ ആരോപണം ഇപ്പോൾ പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അന്ന് എന്താണ് ഈ ഫ്ലാറ്റിൽ നിന്നും ഇറക്കി വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? അല്ല, നമ്മൾ പറയുന്നതിനേക്കാൾ ഇന്നിപ്പോൾ ഈ വിഷ്വൽസിനൊരു പ്രത്യേകത ഉണ്ട്. കാണുകയാണ് ജനം. ഈ സംഭവം നടന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കള്ളന്മാരും കള്ളികളും തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗം വരെയാണ് അതിനുള്ള ശ്രമം വരെയാണ് ചാർജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം ഒന്നേ ഉള്ളൂ. നമുക്ക് മോൾക്കൊരു സത്യം, എനിക്കൊരു സത്യമില്ല. ഞങ്ങളെല്ലാം പറഞ്ഞത് ഏകദേശം ഒരുപോലൊരു വാക്കുകളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും സത്യമായി കഴിഞ്ഞാൽ സത്യം തന്നെത്താനെ വെളി വന്നോളൂ. ഇപ്പോൾ കണ്ടോ അവരുടെ ഒരു അവസ്ഥ എന്തൊക്കെയാണ് പെടാൻ പോകുന്നത്. ഈ പറഞ്ഞത് മുഴുവൻ ആരാണിവരെ ഈ തെറ്റായി ഉപദേശിച്ചത് നമുക്കിപ്പോഴും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ഇനി നിയമത്തിൻ്റെ വഴിക്ക് പോവും. നമുക്കിതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നമ്മൾ പറഞ്ഞതൊക്കെ ഇപ്പോൾ കാണുകയാണ്. നമ്മളൊരു 2-3 മണിക്കൂർ ചില ചാനലുകൾ നമ്മളെ വളരെ മോശമാക്കി അവതരിപ്പിച്ചു. അവർക്കെതിരെ നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ അവർക്ക് തന്നെ തിരുത്തി എഴുതേണ്ടി വരും. ഇന്നിപ്പോൾ തെളിവുകൾ പുറത്തു വന്നു. അതും CCTV വീഡിയോസാണ്. നമുക്ക് തരാൻ പറ്റില്ല. പോലീസിൻ്റെ അന്വേഷണത്തിൽ കിട്ടിയ വീഡിയോസ് പോലീസ് തന്നെ റിലീസ് ചെയ്തായിരിക്കണം എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. അതുകൊണ്ട് അത് ഈ ഒരു സംഭവം നടക്കുമ്പോൾ, അതായത് ഈ യുവതികൾ ഈ കാറിലേക്ക് കയറുന്നു, ഒരാൾ സ്കൂട്ടർ എടുത്ത് പുറകെ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സീനിൽ അന്ന് ഫ്ലാറ്റിൻ്റെ മുൻപിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? കൃത്യമായിട്ട് ഓർക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കുടുംബം മുഴുവനുണ്ട്. ഞങ്ങളുടെ ഡ്രൈവേഴ്സുണ്ട്. ഞാൻ ആ ഡ്രൈവറോട് വെറടി കൊണ്ടിയൊക്കെ സംസാരിക്കുന്നതൊക്കെ, ഡ്രൈവറിൻ്റെ പേരെന്ത്, ബിനീഷിനോടാണ് സംസാരിക്കുന്നത്. അവരെ നോക്കുക. അവർ 3 പെൺകുട്ടികൾ, അവരുടെ ഭർത്താക്കന്മാർ, ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ഇവിടെയാണ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. പകൽ വെളിച്ചത്തിൽ എല്ലാം കാണാൻ പറ്റുന്നു. അതെ, ആ ഫ്ലാറ്റിൻ്റെ ആൾക്കാർ നിൽക്കുക. ഇതാണ് പലപ്പോഴും നമ്മൾ പറയില്ലേ, ഈ CCTV ഒക്കെ വിട്ടേക്കുക. പ്രകൃതിയുടെ കണ്ണ് വർക്ക് ചെയ്യും. അവിടേക്കാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് ആരാണ് ഇവരെ ഇങ്ങനെ കാരണം ഈ കുട്ടികൾക്ക് അന്ന് അവിടെ വെച്ച് കാര്യങ്ങൾ സംസാരിച്ച്, ഈ അടുത്തൊരു സംഭവം പറയാം. ഇവരെ നമ്മൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വീഡിയോ ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പുറത്തൊക്കെ പോലീസ് കൊണ്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ CCTV ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരെ പോയി പരാതിപ്പെട്ടാൽ പോരെ, ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് അവിടെ വെച്ച് പൈസ എടുത്തു. അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാൽ പരാതി കൊടുത്തിരിക്കുന്നത്? അതുകൊണ്ട് ഇവർ പറഞ്ഞത് മുഴുവൻ ഇവരെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരുടെ ജീവിതം പരിതാപകരമായിരിക്കും. ഈ CCTV ദൃശ്യം ഞാനിന്ന് രാവിലെ കണ്ടിരുന്നു. ഇതിന് പ്രകാരം ഞാൻ ഈ ഫ്ലാറ്റിൽ ഇന്ന് രാവിലെ പോയി. അപ്പോൾ അവിടെ ആ ദൃശ്യത്തിലുണ്ടായിരുന്ന ഈ കെയർ ടേക്കറോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ആ സ്ഥലത്ത് അപ്പോൾ ഇല്ലായിരുന്നു, ഈ സംഭവത്തിന് ശേഷമാണ് ഞാൻ അവിടെ വന്നത്. അതുകൂടാതെ പിന്നീട് ഒന്നുകൂടെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഈ അസോസിയേഷൻ ഭാരവാഹികൾ ഇതിനെക്കുറിച്ച് ഞങ്ങളോട് ഒന്നും പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ജോലി പോകുന്ന അവസ്ഥയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അല്ല, അത് അവരുടെ ഭാഗത്ത് നമ്മൾ ആലോചിക്കണം. കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമായിരിക്കും. കാരണം അവരവിടെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നതാണ്, അസോസിയേഷൻ്റെ അതിൽ നിന്നാണ് ശമ്പളം പറ്റുന്നത്. അപ്പോൾ അവർക്ക് ജോലി കൊടുത്തിരിക്കുന്ന പറഞ്ഞ് കേട്ട് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും ഈ ഇഷ്യൂ തന്നെ എടുക്കൂ. പരാതി കൊടുത്ത ഞങ്ങൾ അകത്താകാൻ ഏകദേശമായതായിരുന്നു. അതുപോലെ ഇനി അവരെങ്ങാനും പെട്ടുപോയാലോ, ഇവരെ പോലീസ് വിളിപ്പിച്ചാലോ? ഈ തിരിച്ചറിവുള്ള ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നാൽ ആ സാധു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം അവരുടെ ഭാഗം ശരിയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടുതൽ ദ്രോഹിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക. എന്തായാലും ഇത് വളരെ വലിയൊരു പച്ചക്കള്ളമാണ് യുവതികൾ പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇതിൻ്റെ പിന്നിൽ മറ്റാരോ വളരെ വലിയ രാഷ്ട്രീയമോ മറ്റെന്തോ രീതിയിലുള്ള ശക്തി ഉണ്ട് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ടോ? ഇതിൽ പിന്നിലാരും ഉണ്ട്, അത് യാതൊരു തർക്കവുമില്ല. അഥവാ അങ്ങനെ ചില രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്കിത് രാഷ്ട്രീയവൽക്കരിക്കാനാണെങ്കിൽ എൻ്റെ പാർട്ടിയുടെ സർവ്വ നേതാക്കളുമായി ബന്ധമുണ്ട്. അതിവിടെയോ കേന്ദ്രത്തിലോ എവിടെയോ ഒരാളെങ്കിലും എവിടെയെങ്കിലും ഇടപെടുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പിക്ചറിൽ അവർ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ആരും വരണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ പാർട്ടി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏതൊക്കെ രീതിയിൽ എന്നെ സഹായിക്കുന്നറിയാം. പക്ഷേ അത് ഞാനൊരു കള്ളം കാണിക്കുമ്പോൾ പോരെ? ഇതിനകത്ത് എൻ്റെ വശത്ത് ഒരു കള്ളവും ഇല്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ഞാൻ പറയാം, ആരും വിടണ്ട. ഇപ്പം ഇന്നലെ എന്നെ ശോഭാ സുരേന്ദ്രൻ എന്നെ വിളിച്ച്, എന്താ കിച്ചുവിന് വേണ്ടത്? എനിക്ക് കിച്ചുവിൻ്റെ മക്കൾ എൻ്റെ മക്കളെ പോലെ. ഞാൻ പറഞ്ഞു, ശോഭ സന്തോഷം, ഈ വിളി മാത്രം മതി. അപ്പോൾ എല്ലാവരും, ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആയിക്കോട്ടെ, സുരേഷ് ഗോപി ആയിക്കോട്ടെ, എല്ലാവരും വിളിച്ചു ചോദിക്കുക. അപ്പോൾ ഈ അഥവാ വല്ല രാഷ്ട്രീയക്കാരൻ്റെ പിന്നിലുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്കൊരിക്കലും അങ്ങനെ ഇലക്ഷൻ നിൽക്കണമെന്നോ മത്സരിക്കണമെന്നോ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നത് വട്ടിയൂർക്കാവിൽ, എൻ്റെ ഓഫീസ് വട്ടിയൂർക്കാവിൽ, എൻ്റെ ബന്ധങ്ങൾ മുഴുവൻ വട്ടിയൂർക്കാവിൽ. ഞാൻ ഇവിടെയല്ലേ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ടത്? പാർട്ടി പറഞ്ഞു എൻ്റെ അടുത്ത് തിരുവനന്തപുരം സെൻട്രലിൽ പോയി നിൽക്കാൻ. അവിടെ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലമായിട്ടും അവിടെ പോയി ഒന്ന് മത്സരിച്ച് വോട്ട് കൂട്ടി. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ പാർട്ടി പറയുന്നു കൊല്ലത്ത് പോയി നിൽക്കാൻ. പാർട്ടി പറഞ്ഞു അതനുസരിച്ച് ഞാൻ പോകുന്നു. അതാ മനസ്സിലാക്കേണ്ടത്. ഞാൻ ജീവിക്കുന്ന വട്ടിയൂർക്കാവിൽ എനിക്ക് എപ്പോൾ പാർട്ടിയോട് ഞാൻ പറഞ്ഞു എനിക്ക് വട്ടിയൂർക്കാവിൽ നിൽക്കണം തന്നെ എന്നെ അവിടെ നിർത്തും. പക്ഷെ ഞാൻ ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടാറുമില്ല, പെടുകയുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയപരമായി ആർക്കെങ്കിലും എൻ്റെ പിന്നിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, എനിക്കങ്ങനെ ഇലക്ഷൻ താല്പര്യമുള്ള ആളല്ല. രാഷ്ട്രീയം എന്നൊരു വേർഡ് എടുത്തു കൊണ്ടുവരാൻ ഞാൻ അത്തരത്തിൽ പറയാനുള്ള കാരണം, ഈ ഒരു കേസ് അതായത് ഇവരുടെ കള്ളം പൊളിയുമെന്നായപ്പോൾ ഇവർ ഏറ്റവും ലാസ്റ്റ് ഈ ജാതി കാർഡ് എടുത്തിരുന്ന ഒരു പ്രവണത ഉണ്ടായി, അതുകൊണ്ടാണ്. അത് ഇന്നത്തെ അതൊരു തെറ്റായ കീഴ്വഴക്കം വരും. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ എടുത്ത് പ്രയോഗിച്ചാൽ നാളെ ഇത് തിരിഞ്ഞു കൊത്തും. മാത്രവുമല്ല, ഈ ജാതി കാർഡ് അധികം എടുത്തിട്ട് കഴിഞ്ഞാൽ ഏത് ജാതിയിലുള്ളവരെ പറ്റിയാണോ ഈ കാർഡ് എടുത്തിടുന്നത് അവർക്ക് ഭാവിയിൽ ഒരിടത്തും ജോലി കിട്ടാതാവും. ഇനി ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതെല്ലാം ചോദിച്ചു തുടങ്ങും. ജാതിയും മതമൊക്കെ ചോദിച്ചിട്ട് എടുക്കത്തുള്ളൂ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇതൊന്നും നോക്കാതെ ഈ പറഞ്ഞ എല്ലാ ജാതിയിലും മതത്തിലുള്ളവർ അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അന്നേ ഒഴിവാക്കിക്കൂടെ? അതുകൊണ്ട് ജാതി കാർഡ് ഉപയോഗിക്കാതിരിക്കുക. ജാതി അല്ലെങ്കിൽ തെറ്റായ സ്ത്രീ വിഷയം, ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ അവരുടെ ഡ്രസ്സ് പിടിച്ച് വലിച്ചു, എന്തൊക്കെയോ ഇട്ടിരിക്കും, ബലാത്സംഗ ശ്രമം, ഇതൊക്കെ ഇവരെങ്ങനെ പ്രൂവ് ചെയ്യാൻ പോകും? കാരണം ഇവർ തന്നെ പറയുന്നു 15ഓളം പേര് ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇവിടുത്തെ ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു, എന്നിട്ട് പറയുന്നു ഇവരെ ഞങ്ങൾ ബലാത്സംഗ ശ്രമം നടത്തിയെന്ന്. അപ്പോൾ പറയുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ്സ് അവരുടെ തന്നെ കോൺട്രാഡിക്റ്റിംഗ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് രണ്ടും മാച്ച് ആവില്ല. ഇവർക്ക് പരാതിപ്പെടാനായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി 2 ദിവസം ഇവർക്കുണ്ടായിരുന്നല്ലോ, ഞങ്ങളെ തൂക്കിയെടുത്ത് അകത്താക്കൂലേ? ഇവരുടെ ഭർത്താവ് പണം എടുക്കാൻ വെളിയിൽ പോയില്ലേ? പോകുന്ന വഴി പരാതിപ്പെട്ടാൽ പോരെ? ഇന്നത്തെ എൻ്റെ ഭാര്യയും മറ്റവരും തടഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കൂ, ആരൊക്കെയാണ് ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കി, വീഡിയോ ഇറക്കി. കമാൽ പാഷ സാറിൻ്റെ വീഡിയോ കണ്ടോ? അദ്ദേഹത്തിന് വരെ റിട്ടയർഡ് ജസ്റ്റിസാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ വ്യക്തി ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആലോചിക്കണം, ഇവിടെയാണ് ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ വർക്ക് ചെയ്യുന്നത്. ജോർജ് ജോസഫ് സാറ്, ഇവരൊക്കെ നിയമം അരച്ച് കലക്കി കുടിച്ചിരിക്കുന്നവരാണ്. അവരെല്ലാവരും പറയുന്ന എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ കുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ കഥ കഴിഞ്ഞു. ഇവർ ടാക്സിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാം അപ്ഡേറ്റഡ് ആണ്. ഞങ്ങൾ ടാക്സ് അടച്ചില്ലെങ്കിൽ ഈ ടാക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നവർക്ക് ബോധമില്ലേ? ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ അപ്പം നോട്ടീസ് വരില്ലേ? അതുകൊണ്ട് ഇതൊക്കെ എനിക്കറിയുന്ന നിയമമറിയാത്ത ഏതോ നിയമജ്ഞനാണ് ഇവർക്ക് നിയമം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ കുട്ടികളുടെ ജീവിതം ദുസ്സഹമായിരിക്കും ഇതിന് ശേഷം. വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ചില സമയത്ത് നമുക്ക് മോശ സമയങ്ങൾ, നമുക്ക് നല്ലതും മോശം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഈ മോശത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, അത് നമ്മൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും വലിയ വെച്ചാൽ മാതാപിതാക്കൾക്കറിയാം.
ഇപ്പോൾ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കൊക്കെ ഒരു പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ ലാഘവത്തോടെ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ മക്കൾക്കിത് പറ്റിയെന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വരുമ്പോൾ മാതാപിതാക്കളൊന്ന് ഞെട്ടും. സ്കൂളിൽ നിന്നൊക്കെ ഒരു കോൾ വരും, അല്ല ഒന്നും പറ്റിയിട്ടില്ല, ഞങ്ങളന്ന് ആശുപത്രി പോയിട്ടുണ്ട്, ഇൻറ്റൻസീവ് കെയറിലാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്കൊരു ആദ്യം ഉണ്ടാവും. ഇവളതാ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ഇവളുടെ ഇതെന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് നെഞ്ചുവേനയോ അല്ല തലച്ചുറ്റലോ ഒന്നും വന്ന് വീഴുകയോ ഒന്നും വേണ്ട. സ്ഥിരം അറിയാമല്ലോ നെഞ്ചുവേന വരും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പലർക്കും, പല പ്രശസ്തർക്കും. ഞാൻ പറഞ്ഞു നമുക്ക് എന്തിന് നെഞ്ചുവേന വരണം, ഇവൾക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് എനിക്ക് ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞു ആശുപത്രി കൊണ്ടുപോയി അവിടെയാണ് ചെക്കപ്പ്, ഒന്നിനും പറയേണ്ട കാര്യമില്ല. അഭിമുഖീകരിക്കുക, പ്രശ്നം നമ്മൾ നേരിട്ട് പറയുക, ഇതാണ് നടന്ന സംഭവം. ഇന്ന് സോഷ്യൽ മീഡിയക്കകത്ത് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം പൊതുസമൂഹം ഇതിനെതിരെ പ്രതികരിച്ച രീതി, രാഷ്ട്രീയ ഭേദമന്യേ മതം ഒന്നും നോക്കാതെ ഞങ്ങളുടെ കുടുംബത്തിനോട് കാണിച്ച സ്നേഹം, പിന്തുണ, ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്ര രസകരമായിട്ട് ആൾക്കാർ കാര്യം തിരിച്ചറിഞ്ഞിട്ടാണ് ഓരോ കമൻറ്റും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ പിന്തുണച്ച എല്ലാവരോടും മറുനാടൻ ചാനലിലൂടെ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഇത്തരം തെളിവുകൾ പുറത്ത് വരുന്നതോടുകൂടി ഈ മോഷണ കേസിൽ നിന്നും ഈ യുവതികൾക്ക് ഒഴിഞ്ഞു മാറാനുള്ള, അതായത് ഈ കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള കുതന്ത്രങ്ങളാണ് പൊളിഞ്ഞടുങ്ങുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് ഈ യുവതികളുടെ വീട്ടിൽ പോയി എങ്കിലും ഈ യുവതികളെ ഇവിടെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഇവർ മുൻകൂർ ജാമ്യത്തിന് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.